ബാരിയാട്രിക് സർജറിക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന തോത് എന്ന് പറയുന്നത് BMI ആണ്, ബോഡി മാസ് ഇൻഡെക്സ്. അതായത് ഒരു വ്യക്തിയുടെ ശരീരഭാഗത്തെ കിലോഗ്രാമിലാക്കിയിട്ട് അതിനെ അയാളുടെ പൊക്കത്ത് മീറ്ററിൽ കണക്കാക്കി 2 പ്രാവശ്യം ഭാഗിക്കുന്നു. അതായത് 100 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് 150 സെന്റിമീറ്റർ പൊക്കമുണ്ടെങ്കിൽ 100 ഭാഗം 1.5 മീറ്റർ ഭാഗം 1.5 മീറ്റർ. ഇതാണ് BMI എന്ന് പറയുന്നത്. നോർമലി ഒരാളിൻ്റെ BMI 18 മുതൽ 25 വരെയാണ്. 18-ന് താഴെയായാൽ അത് അണ്ടർ വെയിറ്റ് ആവും, 25-ന് മുകളിലായാൽ അത് ഓവർ വെയിറ്റ് ആയി മാറും, കൂടി വരുമ്പോൾ അത് ഒബീസിറ്റി ആയി മാറും. അപ്പോൾ ബാരിയാട്രിക് സർജറി ചെയ്യാൻ BMI ഏകദേശം 40-ന് മുകളിലാകുമ്പോഴാണ്. കൂടാതെ അയാൾക്ക് ഡയബറ്റിസോ മറ്റ് കോമോർബിഡിറ്റീസ്, അതായത് കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ശ്വാസം മുട്ടൽ തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ അത് അല്പം താഴ്ത്തു കൊണ്ടുവരും. അതായത് 32.5 വരെ ഉള്ളവർക്ക് ബാരിയാട്രിക് സർജറി അഡ്വൈസ് ചെയ്യും. ബാരിയാട്രിക് സർജറി ചെയ്യേണ്ടത് എക്സർസൈസും ആഹാര നിയന്ത്രണവും ഒക്കെ പരാജയപ്പെടുമ്പോഴാണ്. സർജറി എന്ന് പറയുന്ന ഈ പ്രക്രിയ വളരെ സേഫ് ആണ്. കീ ഹോൾ സർജറി വഴിയാണ് ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻസ് കുറവാണ്. മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, അതായത് ഛർദ്ദിക്കാൻ തോന്നുക, വിശപ്പില്ലായ്മ, മറ്റ് സൈഡ് ഇഫക്ട്സുകൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ സർജറിയുടെ മെച്ചം. ഇനി സർജറിക്ക് വേണ്ടി തലേ ദിവസം രോഗി അഡ്മിറ്റ് ചെയ്യുന്നു, പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷൻ ചെയ്യുന്നു. അന്ന് വൈകുന്നേരം മുതൽ തന്നെ നടന്നു തുടങ്ങുന്നു, വെള്ളം കുടിക്കുന്നു. പിറ്റേ ദിവസമോ രോഗിക്ക് വീട്ടിൽ പോകാനും കഴിയുന്നു. മാത്രമല്ല, ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ അയാൾക്ക് തൻ്റെ ജോലിയിൽ പ്രവേശിക്കുവാനും കഴിയും. അത്രയ്ക്ക് ലളിതമാണ് ഈ ബാരിയാട്രിക് സർജറികൾ. ബാരിയാട്രിക് സർജറിയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, ഈ സർജറി ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ്, വെയിറ്റ് കൂടുതൽ കുറഞ്ഞു പോയി എന്ന് വയ്ക്കുക, നമുക്കതിനെ കീഹോൾ സർജറി വഴി അതിൻ്റെ കാഠിന്യം കുറച്ച് അത് ഒഴിവാക്കാൻ പറ്റും. ഇനി വെയിറ്റ് കുറയുന്നില്ല എങ്കിൽ ആ ബൈപ്പാസ് ചെയ്യുന്ന ചെറുകുടലിൻ്റെ അളവ് അല്ലെങ്കിൽ നീളം കൂടുതലാക്കി നമുക്കതിൻ്റെ ഇഫക്റ്റ് കൂട്ടുവാനും കഴിയും. ഇനി ബാരിയാട്രിക് സർജറിയുടെ റിസ്ക് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിൻ്റെയോ ഒരു പിത്തസഞ്ചി റിമൂവ് ചെയ്യുന്നതിൻ്റെയോ ഒക്കെ കീഹോൾ സർജറിയിലൂടെ ചെയ്യുന്നതിൻ്റെ അതേ കാഠിന്യം മാത്രമേ ഈ ബാരിയാട്രിക് സർജറിക്ക് ഉള്ളൂ. പക്ഷേ ബാരിയാട്രിക് സർജറി ചെയ്ത ഒരു വ്യക്തി പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കൃത്യമായി മോണിറ്റർ ചെയ്യണം. ആഹാരം ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടറുടെ ടീം പറയുന്നത് പോലെ ആയിരിക്കണം ചെയ്യേണ്ടത്. പോഷകാഹാരം, പ്രോട്ടീൻ്റെ അളവ് തുടങ്ങിയവ നിർദ്ദേശിക്കുന്ന അളവിൽ തന്നെ നൽകണം. ഡോക്ടറുടെ പീരിയോഡിക് ചെക്കപ്പിന് രോഗി ഡോക്ടറെ അടുത്ത് ചെല്ലേണ്ടതാണ്. അങ്ങനെ വളരെ കൃത്യമായ ആഹാര നിയന്ത്രണം, വ്യായാമം, ഡോക്ടറുടെ നിരീക്ഷണം എന്നിവ കൊണ്ട് നമുക്ക് വളരെയധികം സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുവാനും നല്ല ഇഫക്റ്റോടുകൂടി വെയിറ്റ് കുറഞ്ഞ് വളരെ ഫ്രീ ആയി ഈ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുവാനും ബാരിയാട്രിക് സർജറി നിങ്ങളെ സഹായിക്കുന്നു. ഓർക്കുക, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നന്ദി, നമസ്കാരം.